ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. 12 രാശിക്കാരുടെ ഒന്നിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മേടക്കാരുടെ മാത്രമായിട്ട് അവർക്ക് സൗകര്യപ്രദമായിട്ട് ഇത് ഇടുന്നു. അശ്വതി, ഭരണി, കാർത്തിക കാല ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് മേടക്കൂറിലെ. ഇവർക്കിപ്പോൾ സൂര്യൻ ഈ 13-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. 11-ാം ഭാവത്തിലാണ്. പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ധനലാഭം, പുതിയ ജോലി ലഭിക്കുക, പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഉള്ള ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ നല്ല നേട്ടങ്ങൾ, സമാധാനം ഉണ്ടാകുക, ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ സർക്കാർ സംബന്ധമായിട്ടോ ഈ പ്രൈവറ്റിലാണെങ്കിൽ മേലുദ്യോഗസ്ഥർ മൂലമൊക്കെ ആയിട്ട് പല നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്തോഷത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യമൊക്കെ വളരെ അനുകൂലമായി വരിക, രോഗശമനം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ ഇത് ഈ മാർച്ച് മാസം 13-ാം തീയതി വരെ ഉള്ളൂ ഈ നേട്ടങ്ങളെ ഒക്കെ കിട്ടുക. എന്നാൽ മീനമാസം 1-ാം തീയതി മുതൽ, അതായത് മാർച്ച് 14-ാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അത് ദൂരയാത്രയ്ക്കോ യാത്രാക്ലേശങ്ങൾക്കോ അധികമായിട്ടുള്ള ധനച്ചെലവിനോ ഒക്കെ സാധ്യത കാണുന്നു. സ്ഥാനമാനത്തിന് ഒക്കെ ഒരു കുറവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം തന്നെ സംഭവിക്കുന്നതിനും സാധ്യതയുണ്ട്. പിന്നെ ഓഫീസിലായാലും കൊലീഗ്സുമായിട്ടോ സഹപ്രവർത്തകരായിട്ട് അതുപോലെ സ്നേഹിതരുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ പല ദോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. ഹെൽത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ധാരയോ കൂളമാല വഴിപാട് ചെയ്യലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടും. കാലത്തും വൈകിട്ടും ഓം നമഃശിവായ 108 പ്രാവശ്യം വീതം ജപിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിലും യാത്രാ സമയത്തുമൊക്കെ ഈ ഓം നമഃശിവായ ജപിക്കാവുന്നതാണ്. അതിന് ഇനി കുളിച്ചില്ല എങ്കിലും അത് ദോഷം ചെയ്യില്ല. ഓം നമഃശിവായ ജപിച്ചോളുക. അപ്പോൾ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ്. പിന്നെ ഈ കറുത്തവാവിൻ്റെ തലേ ദിവസം കൂവളത്തിൻ്റെ മാല കൊടുത്തിട്ട് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് അവിടെ ഒരു അർച്ചന റെസീറ്റ് കട്ട് ചെയ്തിട്ട് അതിന് ഉള്ളിലിട്ട് കൊടുത്താൽ മതി. ആ കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. അത് കറുത്തവാവിൻ്റെ തലേ ദിവസമാണ്. ഇനിയിപ്പോൾ അടുത്തത് വരുന്ന മഹാശിവരാത്രി ഉണ്ട്. ശിവരാത്രി കഴിഞ്ഞിട്ട് ഓരോ മാസത്തിലും വരുന്ന ഈ കറുത്തവാവിൻ്റെ തലേ ദിവസം ഇത് ചെയ്യുക വളരെ നല്ലതാണത്. പിന്നെ 15-ാം തീയതി വരെ കുജൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. വിദേശ യാത്രയ്ക്കോ ഒക്കെ സാധ്യതയുണ്ട്. നിത്യ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ രോഗങ്ങളൊക്കെ ശല്യം ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. പൊതുവേ അത്ര അനുകൂലമല്ലാത്ത അനുഭവങ്ങളാണ്, ദോഷാനുഭവങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഈ 15-ാം തീയതി വരെയുള്ള സമയത്ത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ, ഇനി ഇട ദിവസമായാലും മതി, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു കടുംപായസമോ വഴിപാടോ കുങ്കുമാർച്ചനയൊക്കെ ഉണ്ട്. അവിടെ പുഷ്പാഞ്ജലിയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു വഴിപാട് ഒന്ന് ചെയ്താൽ മതി. എല്ലാം ഒന്നും ചെയ്യണമെന്നില്ല. ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. എന്നാൽ ഇത് 15-ാം തീയതി വരെയാണ് ഈ ദോഷം. അതിന് ശേഷം അങ്ങോട്ട് വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനധാന്യ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ്. ഭൂമിയൊക്കെ വാങ്ങുന്നതിനോ ലഭിക്കുന്നതിനോ ഒക്കെ ഒരു സാധ്യത, ഒരു തുടക്കം കുറിക്കുന്നതാണ്. നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വ്യാഴം ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്.
അത്ര അനുകൂലൻ അല്ലാത്തതാണ്. തൊഴിൽ സ്ഥലത്ത് പല ക്ലേശങ്ങളോ പല തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ജോലി നഷ്ടമാകുന്നതിന് തന്നെയും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം എന്ന് ജപിക്കാവുന്നവരിൽ അല്ലെങ്കിൽ രാജഗോപാല പുഷ്പാഞ്ജലിയുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ, അത് ചെയ്തോ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ചില രോഗക്ലേശങ്ങളോ ചില അപമാനങ്ങളോ ഒക്കെ സഹിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ചില നല്ല ഫലങ്ങളും ഈ സമയത്ത് തരുന്നതാണ്. സന്താന ഭാഗ്യം ഇതുവരെ ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, ഇതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് സന്താനങ്ങളുടെ വിവാഹം, വിദേശത്ത് പോകൽ, ജോലി, ഇതിനൊക്കെ തന്നെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കമാണ്. നല്ലതാണതൊക്കെ. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കാൻ നോക്കെ. ഇനി വിഷ്ണു സഹസ്രനാമം മുഴുവനും അല്ലെങ്കിൽ ഈ നാമാവലിയുണ്ട് 1000 നാമങ്ങൾ മാത്രമായിട്ടുള്ളത്, അത് ജപിച്ചു എളുപ്പമുള്ളതാണത്. അതും വളരെ നല്ലതാണ്. പിന്നെ 7-ാം തീയതി മുതൽ ശുക്രൻ അനുകൂലനായിട്ടാണ് വരിക. 7-ാം തീയതി വരെ അത്ര നന്നല്ല. പക്ഷേ 7-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ധനലാഭം, നല്ല ഉത്തമമായിട്ടുള്ള ആഹാരങ്ങളെ, ഭയങ്ങളൊക്കെ മാറിക്കിട്ടലെ, സർവകാര്യ വിജയം ഉണ്ടാകുക, ഒരു പ്രതാപം തന്നെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലമായിട്ട് മനസമാധാനമോ നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ലഭിക്കുക, സർവ്വവിധമായ സുഖങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ട് വരുന്നതാണ്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ്. പിന്നെ രാഹു അത്ര അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുന്നത്. നല്ല ക്ലേശങ്ങൾ വരുത്തും, അതുപോലെ തന്നെ അധിക ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ സർപ്പ പൂജ നടത്തുമ്പോൾ അവിടെ ഒരു 100 പാലും വഴിപാട് ചെയ്യലോ മഞ്ഞൾ അഭിഷേകമോ പാലഭിഷേകമോ ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം തുടർച്ചയായിട്ട് ജപിക്കാവുന്ന വരിയിൽ അതുകൊണ്ട് തന്നെ ഈ രാഹു ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ്. പിന്നെ കേതു വളരെ അനുകൂലനായി സഞ്ചരിക്കുന്നു, ഒരു ദോഷവും ചെയ്യില്ല. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ